أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് ഈ ഭൗതിക ജീവിതത്തിൻ്റെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഇടയിൽ അള്ളാഹുവിൻ്റെ പാർശ്വത്തെ മുറുകെ പിടിക്കാനാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, അള്ളാഹുവിൻ്റെ പിടിവള്ളിയാകുന്ന പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ മുഴുവൻ ചരാചരങ്ങളെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി മാറണമെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗ ലക്ഷ്യം അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് പല ആളുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേർന്നത്. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും തുടങ്ങി സൽമാനുൽ ഫാരിസിയും ബിലാലുൽ ഹബഷിയും അമ്മാർ റളിയല്ലാഹു അൻഹും അങ്ങനെ തുടങ്ങി സുഹൈബ് റൂമിയും എല്ലാവരും റസൂലിലേക്ക് അണഞ്ഞത് അവർക്ക് ഈ ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടോ അത് അനുഭവിക്കാഞ്ഞിട്ടോ അതിൻ്റെ മൂല്യം അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല. അതിനേക്കാളെല്ലാം അപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ ഒരാത്മാവുണ്ടെന്നും നമ്മുടെ ശരീരത്തെ തീറ്റിപ്പോറ്റുന്നത് പോലെ ആത്മാവിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവർ അഭയം പ്രാപിക്കുന്ന ആ മുഹൂർത്തം. അങ്ങനെ ഒരു ചരിത്രമാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മക്കയിലെ അതികുലീനമായ കുടുംബത്തിൽ പിറന്ന എല്ലാവിധ സുഖാഡംബരങ്ങളിലും ജീവിച്ച ഒരു മഹാനായ മനുഷ്യൻ മുസ്അബ് ബിൻ ഉമൈർ. അദ്ദേഹം വളരെ സ്റ്റൈലിഷായ ഒരു ലൈഫ് അതായിരുന്നു മുസ്അബിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്. സഹറത്തു ശബാബി മക്ക, മക്കയുടെ യൗവനത്തിന്റെ വസന്തം എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുക. സഹറത്തു ശബാബി മക്ക, മക്കയിലെ യൗവനത്തിന്റെ വസന്തം, അതാണ് മുസ്അബ് ബിൻ ഉമൈർ. ലോകത്ത് വിദേശങ്ങളിൽ ലഭ്യമാക്കപ്പെട്ടിരുന്ന മുന്തിയതരം പട്ട് വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത്, അതും പ്രത്യേകം മാർദ്ദവമായ വില കൂടിയ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് പട്ടിന്റെ വസ്ത്രങ്ങളാണ് അന്ന്. അത്രയും വലിയ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച് ചെറുപ്പക്കാരനായ മുസ്അബ് ബിൻ ഉമൈർ മക്കയുടെ തെരുവീതികളിലൂടെ മുന്തിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ പെർഫ്യൂമുകളുടെ സുഗന്ധം മക്ക മുഴുവനും പരന്നിരുന്നു. മുസ്അബ് വന്നു എന്നറിയാൻ മുസ്അബ് ഉപയോഗിക്കുന്ന പെർഫ്യൂമുകളുടെ ഗന്ധം ആസ്വദിച്ചാൽ അറിയാം മുസ്അബിൻ്റെതാണ് അത് എന്ന്. അങ്ങനെ ഒരു പെർഫ്യൂം ആരും ഉപയോഗിച്ചിരുന്നില്ല. ആ രീതിയിൽ ഉമ്മ മുസ്അബിനെ വളർത്തിയതാണ്, അങ്ങനെ ജീവിച്ചതാണ്. എപ്പോഴും സുഖങ്ങളിലും സന്തോഷങ്ങളിലും ജീവിക്കുന്ന മനുഷ്യൻ ഒരു വേള ചോദിക്കും, ഇതാണോ ജീവിതമെന്ന്. അങ്ങനെ ചോദിക്കാൻ തുടങ്ങി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ഒരു സന്ധ്യാനേരത്ത് വീട്ടിലേക്ക് കയറി വന്ന മുസ്അബിന് ഏറ്റവും മുന്തിയതരം ഭക്ഷണം ഒരുക്കി തൻ്റെ മാതാവ് തന്നെ സ്വീകരിച്ചപ്പോ ആ ഭക്ഷണത്തെ നോക്കിക്കൊണ്ട് ഉമ്മയോട് മുസ്അബ് ചോദിച്ചു, എൻ്റെ കഴിവിനും അപ്പുറത്ത് ഉള്ള ഭക്ഷണമാണ് ഉമ്മ നിങ്ങൾ എന്നെ തീറ്റിക്കുന്നത്. ലോകത്ത് ആർക്കും കിട്ടാത്ത, മക്കയിൽ ആർക്കും കിട്ടാത്ത ഇത്രയും മുന്തിയതരം ഭക്ഷണം നിങ്ങൾ എനിക്ക് കഴിപ്പിക്കുന്നു. ഇത്ര മുന്തിയ അത്യാഡംബരം നിറഞ്ഞ വസ്ത്രം നിങ്ങൾ എനിക്ക് വാങ്ങിത്തരുന്നു. പക്ഷേ എന്തോ ഒന്ന് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്
എന്തോ ഒരു നഷ്ടബോധമുണ്ട്. എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു നഷ്ടബോധം. ഇങ്ങനെയാണ് മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാത്ത ആളുകളുടെ ഹൃദയം മൂടപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഈ ഭൗതിക സുഖാഡംബരങ്ങളിൽ മുഴുകിയിട്ട് ഹൃദയം പോലും പൂട്ടുവീഴും, താക്കോല് വീഴും. പിന്നെ നമുക്ക് ചോദ്യമൊന്നും വരൂല. ഇതാണ് ജീവിതം, ഇവിടെ കുറച്ചു കാലം ആസ്വദിച്ച് ജീവിച്ച് അവസാനം മണ്ണോട് അലിഞ്ഞു ചേരണം. അവിടെ അങ്ങനെ ചിന്തിച്ച് അതുറപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യന് എന്ത് ചോദ്യം വരാനാ? അവന്റെ ജീവിതത്തെ പറ്റി ഗൗരവമായ ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല. പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സംശയങ്ങൾ ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചോദിക്കാൻ തയ്യാറല്ല. മുസ്അബ് ചോദിച്ചു. ആ സുഖാഡംബരങ്ങളുടെ ഇടയിൽ നിന്ന് മുസ്അബ് ചോദിച്ചു, എന്തോ ഒരു നഷ്ടബോധം. അല്ലാഹു തആല മനുഷ്യനെ അങ്ങനെ ചോദിക്കുന്ന രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കില്ലല്ലോ. എത്രയോ മനുഷ്യന്മാരുടെ ഉള്ളിൽ ആ ചോദ്യമുണ്ട്, ഇതല്ലല്ലോ ജീവിതം, ഈ ആഡംബരങ്ങളിൽ ജീവിക്കലല്ലോ ജീവിതം, അല്ലെങ്കിൽ എന്താ ജീവിതം? ഈ ചോദ്യം മുസ്അബ് ഉമ്മയോട് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, അതൊക്കെ നിന്റെ വെറും തോന്നലുകളാണ് മോനെ, അതൊന്നും നീ വലിയ കാര്യമാക്കണ്ട. അതാ നിനക്ക് ഞാൻ പുതിയ മുന്തിയ ഒരു പട്ടിന്റെ വസ്ത്രം വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുന്നു, നീ നോക്ക്. എത്രമാത്രം വസ്ത്രങ്ങളാണുമ്മാ നിങ്ങൾ വാങ്ങുന്നത്? എത്ര മനുഷ്യർക്ക് ധരിക്കാനുള്ള വസ്ത്രമാണ് എനിക്കുള്ളത്? 10 പേരുടെ വസ്ത്രമാണ് ഞാൻ ഒരാൾ ഈ മക്കയിൽ ധരിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ നോക്കണം, സുഖങ്ങൾക്കും നമ്മൾ പറയുന്ന സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഇടയിൽ ആ മനുഷ്യൻ അസ്വസ്ഥനാണ്. എന്തോ ഒരു നഷ്ടബോധം ആ മനുഷ്യനെ വേട്ടയാടുന്നുണ്ട്. ആ ഉമ്മ കുഞ്ഞിനോട് മകനോട് പറഞ്ഞു കൊടുത്തത്, ലിഅന്നകൽ ഹസീബ് അന്നസീബ് അശ്ശരീഫ് അൽവജീഹ് അൻത വഹ്ദക ബിമിഅതി റജുലിൻ. ഇങ്ങനൊന്നും നമ്മൾ കുട്ടികളെ വളർത്താൻ പാടില്ല. ലിഅന്നക നസീബ്, നീ വലിയൊരു തറവാടിയല്ലേ. ലിഅന്നക നസീബ് അൽ ഹസീബ്, നീ വലിയ കുടുംബത്തിൽ പിറന്നവനല്ലേ. അശ്ശരീഫ്, നീ ഒരു മാന്യനല്ലേ. അൽ വജീഹ്, ആളുകൾക്കൊക്കെ അറിയാവുന്ന ഫേമസ് ആയ ഒരാളല്ലേ നീ. ഇങ്ങനെ വാലിഡേഷൻ കിട്ടി വളരുന്ന കുട്ടികളാണ് അവസാനം ഭൂമിലോകത്തിന്റെ ബാധ്യതയായി, സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നത്. അത് കേട്ടാണ് ആ വളർന്നത്. പക്ഷേ മുസ്അബിനൊരു വ്യത്യാസമുണ്ട്, അതിലൊന്നും വീണില്ല. അതിനേക്കാളെല്ലാം അപ്പുറം ആ മനുഷ്യന്റെ ആത്മാവും ആത്മീയതയും ഉണർന്നപ്പോൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയാണ്. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ ഇരിക്കുന്നു, കുനിയുന്നു. കൈ കുടഞ്ഞിട്ട് ആ ഭക്ഷണത്തിൽ നിന്ന് എഴുന്നേറ്റ് വീടിന്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠയുടെ ചാരത്തേക്ക് വന്നിട്ട് മുസ്അബ് ചോദിച്ചു, അതസ്തതിഉ അൻ തറുദ്ദ സുആലി, എന്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, നിനക്കെങ്കിലും മറുപടി നൽകാൻ പറ്റുമോ? എന്താണ്? എന്തോ ഒരു കുറവ്. മാ ഹുവ ശൈഉൽ ലദീ യൻഖുസുനി, എനിക്ക് ന്യൂനതയായി തോന്നുന്ന ഒരു കാര്യം എന്തോ. കൈ തതഹഖഖ സആദതി അൽ മഫ്ഖൂദ, എന്തോ ഒരു സൗഭാഗ്യം എനിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു. മഅ റഗ്മ കുല്ലി മാ അംലിക്, ഈ വസ്ത്രം, ഈ ഭക്ഷണം, ഈ സൗകര്യങ്ങൾ, ഈ സുഗന്ധങ്ങൾ, ഈ ജീവിതം, ഇതിന്റെ ഇടയിൽ എനിക്ക് നഷ്ടമാകുന്നത് എന്താണ് എന്ന് നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ? തനിക്ക് വേണ്ടി മാതാവ് വാങ്ങിച്ച വസ്ത്രം അദ്ദേഹം ധരിക്കാതെ തൻ്റെ കൂട്ടുകാരൻ അമ്മാറിന് കൊണ്ടു കൊടുത്തു. ഇതെന്റെ ഉമ്മ എനിക്ക് വാങ്ങിച്ച വസ്ത്രമാണ്, നിനക്ക് ഞാൻ തരുന്നു. അമ്മാറ് പറഞ്ഞു, എന്നെ പോലുള്ള ആളുകൾ ഈ പട്ടിന്റെ വസ്ത്രമൊന്നും ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ, മുമ്പൊക്കെ നീ ധരിച്ചിരുന്നല്ലോ, ഇപ്പൊ എന്താ ധരിക്കാൻ നിനക്ക് പ്രയാസം? അതെന്താ? ഞാനൊരു സുഹൃത്തല്ലേ, ഞാനല്ലേ തരുന്നത്. ആ ഗിഫ്റ്റ് നീ എന്തിനു നിരസിക്കുന്നു? ഒരു സമ്മാനമായി കണ്ടാൽ പോരെ. ഇല്ലില്ല. ഉരുണ്ട് കളിക്കാൻ തുടങ്ങി അമ്മാർ. അത് എൻ്റെ അടുക്കൽ ഒരു രഹസ്യമുണ്ട്, ആ രഹസ്യം നിന്നോട് മാത്രം പറയാം, നീ എൻ്റെ ഉറ്റ ചങ്ങാതിയാണ്, ആരോടും പറയരുത്. എന്താണ് ആ രഹസ്യം? അസ്ലംതു, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു, ഞങ്ങൾക്ക് പട്ടുവസ്ത്രം ഹറാമാണ്, നിഷിദ്ധമാണ്. മുഹമ്മദിന്റെ മതത്തെ നീ സ്വീകരിച്ചു എന്നാണോ നീ പറയുന്നത്? നിനക്കെന്താണ്, ഭ്രാന്ത് പിടിച്ചോ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ?
എനിക്ക് ഭ്രാന്ത് പിടിച്ചതൊന്നുമല്ല. അല്ലെങ്കിൽ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിനെ നീ എന്തിനാണ് പിൻപറ്റുന്നത്? അത്രയും നേരം, അത്രയും നാള് മിസ്അബിനോട് സൗഹൃദം പങ്കുവെച്ച് തോളിൽ കൈയിട്ട് ചിരിച്ചു മാത്രം സംസാരിച്ച അമ്മാറിന്റെ മുഖം വിവരണമാകാൻ തുടങ്ങി. സൂക്ഷിക്കണം. ഇയ്യാക അൻ തുസിഅ അമാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ നേർക്ക് ഒരു വാക്കുകൊണ്ട് പോലും ആക്ഷേപം തോന്നിപ്പിക്കുന്ന തരത്തിൽ നിന്റെ നാവ് എന്റെ മുമ്പിൽ പൊന്തരുതെന്ന് പറഞ്ഞു. മിസ്അബ് അത്ഭുതപ്പെട്ടു. എന്റെ മേലാണോ നീ രോക്ഷാകുലനാകുന്നത്? എന്നോടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ ഞാൻ ആരോടും രോക്ഷാകുലനാകും. ലൗ സമിഅതഹു മിസ്ല മാ സമിഅതു അന. ഞാൻ കേട്ടത് നീ കേട്ടിരുന്നുവെങ്കിൽ, വഫതഹ്ത അഖ്ലക വഖൽബക ലആമൻത ബിഹി അലൽ ഫൗർ. നിന്റെ ഹൃദയവും നിന്റെ തലച്ചോറും നീ ഒന്ന് തുറന്നു വെച്ചിരുന്നുവെങ്കിൽ, ഞാൻ അതാണ് പറഞ്ഞത്. തലച്ചോറുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ഇസ്ലാം. തലച്ചോറും വേണം, മനസ്സും വേണം, ചിന്തയും വേണം, മനസാക്ഷിയും വേണം. അതാണ് അമ്മാർ പറയുന്നത്, ലൗ ഫതഹ്ത അഖ്ലക വഖൽബക. നിന്റെ ഹൃദയവും നിന്റെ തലച്ചോറും നീ ഒന്ന് തുറന്നു വെച്ചാൽ, അതൊന്ന് കേട്ടാൽ, ഒരു മുൻധാരണയുമില്ലാതെ പരിശുദ്ധ ഖുർആൻ ഒന്ന് കേട്ടാൽ, ലആമൻത ബിഹി അലൽ ഫൗർ, നീ വളരെ പെട്ടെന്ന് തന്നെ നിനക്ക് ഉത്തരങ്ങൾ കിട്ടും. അൻത ദക്കിയുൻ, നീ ബുദ്ധിമാനാണ്. ഫത്തിനുൻ, സമർത്ഥനാണ്. തസ്തതിഉ അൻ തുമയ്യിസൽ ഖബീസ മിനത് തയ്യിബ്. നല്ലതേത്, കെട്ടതേത്, സത്യമേത്, കളവേത്, ഇതൊക്കെ വേർതിരിച്ചറിയാൻ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും മുസ്അബ് വാശിപ്പുറത്താണുള്ളത്. ഞാൻ കേൾക്കില്ല ആ വാക്ക്, ഞാൻ കേൾക്കില്ല. അലം തസ്അൽ നഫ്സക ലിമാദാ തുകദ്ദിബു സാദാത്തു ഖുറൈശ്. ഖുറൈശി തറവാട്ടിലെ പ്രമാണിമാർ എന്തുകൊണ്ടാണ് മുഹമ്മദിനെ നിഷേധിക്കുന്നത്? അത് നീ ഒന്ന് ചോദിച്ചിട്ടില്ലേ? അതിനെപ്പറ്റി നീ ആലോചിച്ചിട്ടില്ലേ? ആലോചിച്ചിട്ടുണ്ട്. കാരണം അവർ കെട്ടിപ്പൊന്തിച്ച നന്മകൾക്ക് വിരുദ്ധമായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയെയും ഉടമയെയും ഒരേ സഫിൽ നിർത്തുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പന്നനെയും ദരിദ്രനെയും ഒരേ തട്ടിൽ കാണുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു. സമൂഹത്തിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന വൈറസുകളെ ഉന്മൂലനം ചെയ്യുന്ന പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി തറവാട്ടിലെ പ്രമാണിമാരിലെ കണ്ണിലെ കരടായത് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞു. നീ എന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ദാറുൽ അർഖമിൽ ഒന്ന് വന്നാലും. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയല്ല, ദീൻ പഠിക്കാൻ, റസൂലിനെ ഒന്ന് കേൾക്കാൻ ദാറുൽ അർഖമിന്റെ ഉള്ളിലേക്ക് വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തിരുന്ന് പ്രവാചകന്റെ പാഠങ്ങൾ കേട്ടു പഠിച്ചു. സൂറത്തു ശംസ് ഓതിക്കൊടു. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين. സൂറത്തു ശംസിന്റെ ആയത്തുകൾ മഹാനായ മിസ്അബ് കേട്ടു. പരിശുദ്ധമായ ഖുർആൻ കേട്ടപാടെ അതിന്റെ ആശയങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ലോകത്ത് പല അറബികളും അറബ് സാഹിത്യകാരന്മാരും ഖുർആൻ കേട്ടാൽ തന്നെ അവർക്ക് മനസ്സിലാകുമായിരുന്നു ഇത് മനുഷ്യനിർമ്മിതമല്ലെന്ന്. അതിലെ ആശയങ്ങൾ, അതിൻ്റെ ഘടന ഇന്ന് വരെ ഗദ്യപദ്യങ്ങളിലെ ഘടനയ്ക്ക് മാറ്റമാണ്, മനുഷ്യനിർമ്മിതമല്ല എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ആശയങ്ങളിലേക്ക് കടന്ന് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും അവർക്ക് കഴിഞ്ഞിരുന്നു. മുസ്അബ് റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥിരം സന്ദർശകനായി മാറി. ഒരിക്കൽ വീട്ടിലേക്ക് മുസ്അബ് യാദൃശ്ചികമായി കയറി വരുമ്പോൾ ഉമ്മ ചോദിച്ചു, നീ മുഹമ്മദിന്റെ അടുത്ത് പോയിട്ടല്ലേ വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആര് പറഞ്ഞു?
നിങ്ങളോട് ഉസ്മാൻ ഇബ്നു ത്വൽഹ പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, ഉസ്മാൻ ഇബ്നു ത്വൽഹ പറഞ്ഞു. ഉസ്മാൻ ഇബ്നു ത്വൽഹയ്ക്ക് മുസ്അബിനോടുള്ള വിരോധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് നേരത്തെ ഉള്ള വിരോധമാണ്. മുസ്അബിന്റെ ആഠ്യത്ത ജീവിതത്തെ, അല്ലെങ്കിൽ അവന്റെ ഈ സ്റ്റൈലിഷ് ലൈഫിനോടുള്ള അസൂയ, അയാളെ വേട്ടയാടാൻ, പതിയിരുന്നു കൊണ്ട് അയാളെ വീക്ഷിക്കാൻ, അയാൾക്കെതിരെ, മുസ്അബിനെതിരെ ആളുകളെ കൂട്ടാൻ, മാതാപിതാക്കളെ തിരിക്കാൻ, സഹോദരങ്ങളെ തിരിക്കാൻ ശ്രമിച്ച ആളാണ്. എടുത്ത വായിൽ ചോദിച്ചു, അതെന്താണ്? ഉസ്മാൻ ഇബ്നു ത്വൽഹയ്ക്ക് നമ്മുടെ വീട്ടുകാര്യത്തിൽ എന്താ കാര്യം? എന്നെയും ഉമ്മയും തമ്മിൽ തെറ്റിക്കാനാണോ അവന്റെ പ്ലാൻ എന്നാണ് ചോദിച്ചു. നീ മുഹമ്മദിന്റെ അടുത്ത് പോയോ ഇല്ലേ എന്നാണ് എനിക്കറിയേണ്ടത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പോയി എന്ന് അദ്ദേഹം സമ്മതിച്ചു. റസൂലിൽ നിന്ന് കേട്ട് പഠിച്ചു. നീ ഇസ്ലാം സ്വീകരിച്ചോ എന്ന് ചോദിച്ചു. ഈ കളവുകളെയാണോ നീ അനുഗമിക്കുന്നത് എന്ന് ചോദിച്ചു. തിരിച്ച് മുസ്അബ് ചോദിച്ചൊരു കാര്യമുണ്ട്. 40 വയസ്സ് വരെ നമുക്കെല്ലാവർക്കും സുപരിചിതനായി, ചെറുപ്പം മുതലേ നമ്മുടെ ഇടയിൽ സത്യം മാത്രം പറഞ്ഞ, സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും നാം പേരിട്ട് വിളിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നു മുതലാണ് ഉമ്മ നിങ്ങൾക്ക് കള്ളം പറയുന്ന ആളായി മാറിയത്? എന്നു മുതലാണ് ആ പ്രവാചകൻ വിശ്വസ്തനല്ലാതെയായി മാറിയത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ മാന്ത്രികതയായി മാറിയത്? അദ്ദേഹം ഒരു നിരക്ഷരനായ മുഹമ്മദ് നബി എന്നു മുതലാണ് കവിത പറയുന്ന ആളായി മാറിയത്? മുസ്അബിന്റെ ചോദ്യമാണ്. മുസ്അബിന്റെ ഉമ്മ ആകെ വിരണ്ടു, എതിർത്തു, ദേഷ്യം പിടിച്ചു. സ്വാഭാവികമാണ്. സഹോദരങ്ങളെ വിളിച്ചു, ഇവനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അവസാനം വീട്ടു തടങ്കലിലേക്ക് മുസ്അബ് കൊണ്ടുപോകപ്പെട്ടു. ഇനി അവനെ പുറത്തേക്ക് വിട്ടാൽ, ഇനിയും മുഹമ്മദിന്റെ വാക്കുകൾ കേട്ടാൽ അതെനിക്ക് സഹിക്കുന്ന കാര്യമല്ല. എൻ്റെ മകൻ ഒരു മുസ്ലിമാണ് എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്ന കാര്യമല്ല. തടവിൽ പാർപ്പിക്കപ്പെട്ട മുസ്അബിന്റെ മനസ്സിലേക്ക് പൈശാചികമായ ഒരു ദുർബോധനം വരുന്നു. ഇത്ര വളരെ സ്റ്റൈലിഷായി ജീവിച്ച, ആഡംബരങ്ങളിൽ ജീവിച്ച നീ ഇന്ന് തടവിൽ പാർപ്പിക്കപ്പെട്ട് ഈ ഒരു നിന്ദ്യതയിലേക്ക് നീ എത്തിയെങ്കിൽ നീ മനസ്സിലാക്കണം, നിന്റെ യഥാർത്ഥ ജീവിതം ഇന്നുള്ളതല്ല, ഇതിനു മുമ്പുള്ളതായിരുന്നു എന്ന്. പക്ഷെ ഷഹാദത്ത് കൊണ്ടാണ് മുസ്അബ് അതിനെ പ്രതിരോധിച്ചത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കൊണ്ട് വീണ്ടും മറുപടി പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭക്ഷണം കൊടുത്തിട്ടും ഭക്ഷണം കഴിക്കുന്നില്ല. സഹോദരങ്ങൾ വന്ന് മാതാവിനോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നില്ല. പറയില്ലേ ആളുകൾ, ഭക്ഷണം കഴിക്കാതെ വിശന്ന് മരിച്ചു പോയാൽ ഞാൻ അവനെ കൊന്നു എന്ന് നാട്ടുകാർ പറയില്ലേ? നമ്മളിൽ പലരുടെയും ഒരു മനോഭാവം രൂപപ്പെടുന്നത് ഇങ്ങനെയാണ്. നാട്ടുകാരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ടാണ്. പുത്രവാത്സല്യമല്ല, മോനോടുള്ള സ്നേഹമല്ല, മാതൃത്വമല്ല, നാട്ടുകാരെന്ത് പറയും? ഇസ്ലാം സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? നാട്ടുകാരെന്ത് പറയും? സത്യം അതല്ലേ? അതൊക്കെ സത്യമാണ്. നാട്ടുകാരെന്ത് പറയും? എല്ലാ കാര്യത്തിലും നമ്മൾ ഈ ഒരു സോഷ്യൽ ഇമേജിന്റെ ട്രാപ്പിലാണ്. അങ്ങനെ ഒരു ഇരയാണ് മുസ്അബിന്റെ മാതാവും. നാട്ടുകാരെന്ത് പറയും? ഞാൻ അവനെ കൊന്നു എന്ന് പറയില്ലേ? കൊല്ലുന്ന കുഴപ്പമില്ല, കൊന്നാൽ നാട്ടുകാരെന്ത് പറയും? അതാണ് പ്രശ്നം. എങ്ങനെയുണ്ട്? അപ്പൊ ഒരു സഹോദരൻ ഉപദേശിച്ചു, ഇവിടെ ഇട്ട് കൊല്ലുന്നതിലും നല്ലത് മുഹമ്മദിന്റെ വഴിക്ക് വിടുന്നതാണ്. അവിടെ പോയി പട്ടിണി കിടന്ന് വെള്ളം കിട്ടാതെ ഭക്ഷണം കഴിക്കാതെ ഒരു പക്ഷെ നാളെ വന്നേക്കാം. അങ്ങനെയാണ് നഗ്നനായി മുസ്അബ് ഇബ്നു ഉമൈർ ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. എങ്ങനെ നടന്ന മനുഷ്യനാണ്! ഒരു സുപ്രഭാതം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ആ മനുഷ്യന് എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു. പക്ഷെ ആ നഷ്ടങ്ങൾക്കിടയിലും നഷ്ടമെന്ന് തോന്നുന്ന പോലുമില്ല. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് മരത്തണലിൽ വിശ്രമിക്കുന്ന വേളയിൽ, തളർന്നിരിക്കുന്ന വേളയിൽ ആ സഹോദരൻ വന്നിട്ട് ചോദിച്ചു, മുസ്അബ്, ഇന്ന് നീ എന്തു പറയുന്നു? നീ എങ്ങനെ ജീവിച്ചവനാണ്? ഞങ്ങളെക്കാളുമൊക്കെ പ്രിവിലേജ്ഡായി നമ്മുടെ വീട്ടിൽ ജീവിച്ച നീ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിൽ ഈ നഷ്ടങ്ങളെ കുറിച്ച് നിനക്കൊരു വ്യാകുലതയില്ലേ? അപ്പൊ പറഞ്ഞു, നിനക്കൊരു ഖേദമില്ലേ? എനിക്ക് ഖേദമില്ല. ഞാൻ ഖേദിക്കുന്നില്ല.
എൻ്റെ മുന്നിൽ എനിക്ക് കഴിഞ്ഞുപോയ സത്യനിഷേധത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടല്ലാതെ എനിക്കൊരു ദുഃഖവുമില്ല. എൻ്റെ മുമ്പിൽ കഴിഞ്ഞു കടന്നുപോയ സത്യനിഷേധത്തിന്റെ ദിവസങ്ങളെക്കുറിച്ച് ഓർത്തിട്ടല്ലാതെ ഒരു ദുഃഖവുമില്ല. ഇതിന്റെ കാരണം മുഹമ്മദ് അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിന്റെ ദർശനം നീ സ്വീകരിച്ചത് കൊണ്ടല്ലേ. സഹോദരനുമായി മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ നിറസാന്നിധ്യമായി മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ ചാരത്ത് കഴിഞ്ഞുകൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിലെ തീക്ഷ്ണമായ അന്തരീക്ഷത്തിൽ 70-ഓളം വരുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട, അബസീനിയയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അതിൽ മിസ്അബിനോടും പറഞ്ഞു, മുസ്അബ്, മക്കയിലെ അവസ്ഥകളൊന്ന് ശാന്തമാകട്ടെ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കുറച്ചാളുകൾ അബസീനിയയിലെ ക്രിസ്തീയ രാജാവിൻ്റെ അടുത്തേക്ക് പോവുക, അവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പുണ്യ റസൂലേ, മക്കയിൽ നിന്ന് പോകുന്നതിൽ ആകെ ഒരു പ്രയാസം, ആകെ ഒരു സങ്കടം അങ്ങയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്, അതും ഈ സാഹചര്യത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്അബിനെ പോലെ എത്രയോ പേരെ പ്രവാചകനിലേക്ക് ചേർത്ത് പിടിച്ചത് സുഖങ്ങളും ആഡംബരങ്ങളും അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ തോട്ടങ്ങളും സ്വർഗങ്ങളും കാണിച്ചിട്ടാണോ? ഇല്ല. അതിന്റെ ഉത്തരം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക്. താങ്കൾ ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ താങ്കളുടെ പരിസരത്ത് നിന്ന് അവർ പിരിഞ്ഞു പോകുമായിരുന്നു. വളരെ സ്നേഹത്തോടെ മൃദുലതയോടെ തലോടിയത് കൊണ്ടാണ് പുണ്യ റസൂലിലേക്ക് ഈ മനുഷ്യർ ഇങ്ങനെ ചേർന്ന് നിന്നത്. കാണുന്നത് അഖ്ലാഖാണ്, സ്വഭാവമാണ്, സൽസ്വഭാവമാണ്. സൽസ്വഭാവത്തിലൂടെ ഒരു സാമ്രാജ്യം, ഒരു ദർശനം, ഒരു സമൂഹത്തെ വാർത്തെടുത്ത പുണ്യനബിയുടെ ചരിത്രമാണ് നാം കേൾക്കുന്നത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു അബസീനിയയിൽ പോയി. പിന്നെ ആ സംഘം തിരിച്ച് മക്കയിലേക്ക് വരുമ്പോ മക്കയിലെ അവസ്ഥകൾ ശാന്തമായിട്ടില്ല, കുറെ കൂടെ അശാന്തിയിലേക്കാണ് പോകുന്നത്. എവിടെ എത്തി? അബൂ താലിബിന്റെ മലഞ്ചെരുവിൽ പച്ചിലകൾ തിന്ന് ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് ആ സമൂഹം എത്തിപ്പെട്ടു. ത്യാഗവും കഷ്ടപ്പാടുകളും നിറഞ്ഞൊരു ജീവിതം. വീണ്ടും വീണ്ടും ഉമ്മമാരുടെ മാറിടങ്ങളോട് ചേർന്നിരുന്ന് കുഞ്ഞുങ്ങൾ പാല് കിട്ടാതെ നൊമ്പരപ്പെട്ട് കണ്ണുനീരൊഴുക്കുന്ന കഥകൾ. വീണ്ടും ഇസ്ലാമിക സമൂഹത്തിന് ത്യാഗങ്ങളുടെ, പരീക്ഷണങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ ചരിത്രമാണ് മുസ്അബ് വീണ്ടും വന്നിട്ട് കാണുന്നത്, ജീവിതമാണ് കാണുന്നത്. മദീനക്കാരായ ആളുകൾ ഹജ്ജിന്റെ സീസണിൽ മക്കയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഉടമ്പടിയിൽ, കരാറിൽ ഏർപ്പെടുന്നു. അവർ പറഞ്ഞു, മദീനത്തേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ അയക്കണം. 73ഓളം അൻസാരികളായ മദീനക്കാർ അവര് പറഞ്ഞു, നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനെ, വിദ്യാർത്ഥിയെ ഞങ്ങളോടൊപ്പം അയക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബിനെ വിളിച്ചു, മദീനത്തേക്ക് പോകാൻ പറഞ്ഞു. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് പോവുകയാണ്. വലിയൊരു ദൗത്യവുമായിട്ട്, ഇസ്ലാമിന്റെ ദൗത്യവുമായിട്ട്. നമ്മൾ പറയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോൾ മദീന പ്രവാചകനെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും വരവേറ്റു എന്നൊക്കെ പറയും. അതെങ്ങനെ വരവേറ്റു? അതിന്റെ ഗ്രൗണ്ട് ഒരുങ്ങുകയാണ്. അത് മുസ്അബ് ബിൻ ഉമൈറിലൂടെയാണ്. എന്താണ് റസൂൽ എന്നവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കലഹിച്ച്, ശത്രുതയിൽ, അനൈക്യത്തിൽ, യുദ്ധങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ, ആരും അടുക്കാതിരുന്ന ഒരു യസ്രിബിനെ മദീനയാക്കുന്നതിൽ ആദ്യത്തെ ഇസ്ലാമിന്റെ അംബാസിഡറായി മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല മദീനയിൽ എത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അവിടെ മുസ്അബ് ബിൻ ഉമൈർ ഒരിക്കലും ഒരു ഭീഷണിയുടെ സ്വരമല്ല, ആശയവിനിമയമാണ്. തൗഹീദാണ് പറയുന്നത്, മരണാനന്തര ജീവിതമാണ് പറയാനുള്ളത്, വേറെ ഒന്നും പറയാനില്ല. മദീനയിലെ പ്രമുഖരായ പല ആളുകളും പ്രവാചകൻ നിയോഗിച്ച പ്രതിനിധിയെ കാണാൻ വേണ്ടി വരുമ്പോ, നീ എന്താണ് പറയുന്നത്, ഒന്ന് പറഞ്ഞു തന്നാലും. ഉസൈദ് ബിൻ ഹുദൈർ, സഅദ് ബിൻ ഉബാദ, സഅദ് ബിൻ മുആദ്, അംർ ബിൻ ജമൂഹ് തുടങ്ങിയവരെല്ലാം, ഇവരൊക്കെ മദീനയിലെ പ്രമുഖ നേതാക്കളാണ്. മുസ്അബ് ബിൻ ഉമൈറിന്റെ അടുത്തേക്ക് വന്നിട്ട്, നീ എന്താണ് പറയുന്നത്? പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും, വേറൊന്നുമില്ല. സൂറത്ത് യൂസുഫ് ആണ് അവരോട് ആദ്യം പാരായണം ചെയ്ത് കേൾപ്പിച്ചത്.
അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ഓതി പഠിപ്പിച്ച് ഒരു മികച്ച അധ്യാപനത്തിലൂടെ, പരിശുദ്ധമായ ഖുർആനിക വസന്തത്തിലൂടെ ശിർക്കിൽ കഴിഞ്ഞ, ബഹുദൈവാരാധനയിൽ കഴിഞ്ഞ ഒരു സമൂഹത്തെ അങ്ങനല്ല, തൗഹീദിലേക്കും മരണാനന്തര ജീവിതത്തിന്റെ ചിന്തകളിലേക്കും ഈ ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളിൽ കുടുങ്ങി ജീവിക്കേണ്ടവരല്ലെന്ന ബോധ്യത്തിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു മണ്ണൊരുങ്ങുന്നത്. പ്രവാചകൻ വന്നപ്പോൾ അവർ വരവേറ്റത്, മർഹബ പാടി സ്വീകരിച്ചത്, അത് വെറുതെ മിസ്അബ് ബിൻ ഉമൈറിന്റെ അധ്യാപനമാണ്. ആ അധ്യാപനത്തെ അവർ സ്നേഹിച്ചു. അത് പഠിപ്പിച്ച മഹാഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണത് ആ കണ്ടത്. ബദറിന്റെ രണഭൂമിയിൽ മിസ്അബ് ബിൻ ഉമൈറും ആ പോരാട്ടത്തിന്റെ ഭൂമികയിലുണ്ട്. മറുചേരിയിൽ തന്റെ സഹോദരൻ ബന്ദിയായി പിടിക്കപ്പെട്ട്, യുദ്ധമെല്ലാം കഴിഞ്ഞ് ബന്ദിയായി പിടിക്കപ്പെട്ട് വരുമ്പോ പിടിച്ച ആളോട് പറഞ്ഞു, ഞാൻ മുസ്അബിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. മുസ്അബിനോട് ചോദിച്ചു, ഇത് താങ്കളുടെ സഹോദരനാണോ എന്ന് ചോദിച്ചു. അവനൊരു ഉമ്മയുണ്ട്, ആ ഉമ്മയ്ക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ആ ഉമ്മ പ്രായച്ചിത്തമായിട്ട് വരുമ്പോൾ നമുക്ക് വിട്ടയക്കാമെന്ന് പറയും. ഉമ്മ വന്നു പ്രായച്ചിത്തവുമായിട്ട്, വലിയ സമ്പത്തുമായിട്ട് മകനെ മോചിപ്പിക്കാൻ. ആ സമ്പത്ത് വാങ്ങിയതിന് ശേഷം മുസ്അബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരന്റെ ബന്ധനം അഴിക്കുന്നതിന് വേണ്ടി പോയപ്പോ ആ സഹോദരൻ ചോദിക്കാണ്, ഇസ്ലാം സ്വീകരിച്ച എന്നെ സത്യനിഷേധികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണോ എന്ന്. മുസ്അബ് അത്ഭുതപ്പെട്ടു, നീ എന്താ പറയുന്നത്? ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ബന്ധിയായി പിടിക്കപ്പെട്ട നീ ഇവിടെയാണ്. ഞാൻ മദീനയിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക ജീവിതം കണ്ടത്, അവർ തമ്മിലുള്ള സ്നേഹവും കാരുണ്യവും കണ്ടത്. ബന്ദിയായി പിടിക്കപ്പെട്ട എന്നോട് പോലും എങ്ങനെയാണ് അവർ പെരുമാറിയത് എന്ന്. അവർ കഴിച്ച ഭക്ഷണം തന്നെയാണ് എനിക്ക് ഭക്ഷണമായി നൽകിയത്, അവർ കുടിച്ചതാണ് എന്നെ കുടിപ്പിച്ചത്, അവർ ധരിച്ചതാണ് എന്നെ ധരിപ്പിച്ചത്. ഇത്ര മഹിതമായ ഒരു സ്വഭാവം ഒരു സമൂഹത്തിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് തർക്കിച്ച സഹോദരനാണ്. തർക്കത്തിലൂടെ, സംവാദങ്ങളിലൂടെ പലപ്പോഴും നമുക്കൊരാളെ ഇസ്ലാം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിക്കൊണമെന്നില്ല. നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാനാ പറ്റുക. ഇസ്ലാം ഒരു ഒരു നോളജ് അല്ല, അത് കണ്ടു പഠിക്കേണ്ടതാണ്, അത് അനുഭവിച്ച് പഠിക്കേണ്ടതാണ്. റസൂലിൽ നിന്ന് സഹാബികൾ അങ്ങനെ പഠിച്ചതാണ്, കണ്ടു മറിഞ്ഞും ആ ജീവിതം ജീവിച്ചും ഒക്കെ പഠിച്ചതാണ്. അങ്ങനെ കണ്ടു മിസ്അബ് ബിൻ ഉമൈർ ഇസ്ലാം സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, പിറ്റേ വർഷമാണ് ഉഹദ് സംഭവിക്കുന്നത്. ഉഹദിലാണ് മിസ്അബ് ബിൻ ഉമൈർ സൈനിക കമാൻഡറാണ്, അതോടൊപ്പം ഇസ്ലാമിക സമൂഹത്തിന്റെ പതാക വാഹകനാണ്. ആ ഉഹദിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായ ശക്തമായ പരാജയത്തിൽ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല രക്തസാക്ഷിയാക്കപ്പെട്ടു. കഫൻ പൊതിയാൻ വേണ്ടി തുണി അന്വേഷിക്കുമ്പോൾ മേൽമുണ്ടല്ലാതെ മറ്റൊന്നുമില്ല. അതെടുത്ത് ശരീരത്ത് മൂടുമ്പോൾ തല മറച്ചാൽ കാല് വെളിയിലാകുന്നു, കാല് മറച്ചാൽ തല വെളിയിലാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇദ്ഖർ എന്ന പുല്ലെടുത്ത് മിസ്അബ് ബിൻ ഉമൈറിന്റെ അടുത്തേക്ക് വന്ന് കെട്ടിവെച്ചു. അങ്ങനെയാണ് ആ കഫൻ നടപടി പൂർത്തീകരിച്ച് ആ ഖബറിലേക്ക് ഇറക്കപ്പെട്ട ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മിസ്അബിനെ നോക്കിയിട്ട് പറഞ്ഞു, മക്കയിലെ എത്ര ഉയർന്ന പറുദീസയിലും സുഖാഡംബരങ്ങളിലും ജീവിച്ച ഒരു മനുഷ്യനാണ്. അവസാനം കഫൻ പുടവ പോലും പൊതിയാനില്ലാതെ ഇന്ന് രക്തസാക്ഷിയാക്കപ്പെട്ട് ഖബറിലേക്ക് വെക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു ആയത്ത് ഓതി, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീലാ. സത്യവിശ്വാസികളിൽ ചില ആണുങ്ങളുണ്ട്, മിനൽ മുഅ്മിനീന റിജാലുൻ, സത്യവിശ്വാസികളിൽ ചില ആണുങ്ങളുണ്ട്. സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അല്ലാഹുവിനോട് അവർ കൊടുത്ത കരാർ അവർ പാലിച്ചു. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, ചില ആളുകൾ
അവരുടെ ഊഴം കാത്തു കഴിയുകയാണ്. അത്രയേ ഉള്ളൂ ജീവിതമെന്ന്. ചില ആളുകൾ ആ കരാർ പൂർത്തീകരിച്ച് ഇന്ന് ഖബറിലെത്തി. മറ്റു ചില ആളുകൾ ഇതാ കാത്തിരിക്കുന്നു. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ. ചിലരുടെ ഊഴം കഴിഞ്ഞു, ചിലർ കാത്തിരിക്കുന്നു. അങ്ങനെ രണ്ട് കൂട്ടരേ ദുനിയാവിലുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് സ്വർഗത്തിലെ തോട്ടങ്ങൾക്കും അരുവികൾക്കും അവിടുത്തെ ഹൂറികൾക്കും മദ്യപ്പുഴകൾക്കും വേണ്ടിയാണെന്ന്? അതാണ് അദ്ദേഹത്തിന്റെ ഗോൾ എന്ന്? ഒരു മുസ്ലിമിന്റെയും ഗോൾ അതല്ല, അത് പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ സ്നേഹവും പൊരുത്തവും തൃപ്തിയും നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണത്. അങ്ങനെയാണ്, അതാണ് ആഗ്രഹിച്ചതെങ്കിൽ അദ്ദേഹത്തിന് അതല്ലേ ബെറ്റർ. എന്തിനാണ് ഇസ്ലാം സ്വീകരിക്കേണ്ട ആവശ്യം? ഇസ്ലാമിക ജീവിതത്തിന്റെ ആവശ്യം. പ്രിയമുള്ളവരെ, ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയം അതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് റിയൽ ലൈഫാണ്, ഒരു റിയൽ വേൾഡ് ആണ്. അപ്പുറത്തുള്ളത് ആർട്ടിഫിഷ്യലാണ്, കൃത്രിമത്വം നിറഞ്ഞ സുഖങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും. അതാണ് അതിനേക്കാളെല്ലാം അപ്പുറം ആത്യന്തികമായ സുഖവും സന്തോഷവും സൗഭാഗ്യവും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അറിയുന്ന വേളയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഈമാൻ ഉണ്ടല്ലോ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനിന്റെ ഖൽബിൽ നിന്ന് ഈമാൻ എടുത്തു കളയുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. തീയിൽ കരിക്കപ്പെട്ടാൽ പോലും അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ എടുത്തു കളയുക എന്ന് പറയുന്നത് അത്രമേൽ ഭാരമാണ്, പ്രയാസമാണ്. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കൃത്യമായി അറിയുകയും അത് ബോധ്യപ്പെടുകയും അങ്ങനെ ജീവിക്കുകയും ആ ജീവിതം കണ്ട് പഠിക്കുകയും ചെയ്തുകൊണ്ടാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.